Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ, Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സമരാഗ്നി പ്രക്ഷോഭയാത്രയ്ക്ക് കണ്ണൂർ ജില്ലയിലേക്ക് ഉജ്ജ്വല സ്വീകരണം. ജാഥ നായകരായ KPCC പ്രസിഡന്റ് K സുധാകരനെയും പ്രതിപക്ഷ നേതാവ് VD സതീശനെയും ജില്ലാ അതിർത്തിയായ ആണൂരിൽ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ചന്ദേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിന് 11 ഞായറാഴ്ച സമാപനമാകും. ഉച്ചയോടെ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരും. 3-ാം നാൾ 100-ലധികം മംഗല കുഞ്ഞുങ്ങൾ ക്ഷേത്ര പ്രദക്ഷിണം നടത്തിയത് ഭക്തിയും കൗതുകവും നിറച്ച കാഴ്ചയായി. 5 മുതൽ 90 വയസ്സുവരെയുള്ള 500 കലാകാരന്മാർ ഒരേ മനസ്സോടെ ചടുലതയോടെ ചുവടുവച്ചപ്പോൾ പിറന്നത് റെക്കോർഡുകൾ. തായിനേരി കുറിഞ്ഞി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന മെഗാ പൂരക്കളി പയ്യന്നൂരിന് നവ്യാനുഭവമായി മാറി. കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ അണിനിരക്കണമെന്ന് NGO യൂണിയൻ പയ്യന്നൂർ ഏരിയ സമ്മേളനം. ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സെക്രട്ടേറിയറ്റ് അംഗം CV സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നടത്തുന്ന സമരാഗ്നി പ്രക്ഷോഭയാത്രയ്ക്ക് കണ്ണൂർ ജില്ലയിലേക്ക് ഉജ്ജ്വല സ്വീകരണം. ജില്ലാ അതിർത്തിയായ ആണൂരിൽ കണ്ണൂർ ജില്ലാ നേതാക്കളും KPCC ഭാരവാഹികളും ചേർന്ന് ജാഥ നായകരെ സ്വീകരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് K സുധാകരൻ എന്നിവർ ചേർന്ന് സമരാഗ്നി പ്രക്ഷോഭയാത്ര സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്നും ആരംഭിച്ച പ്രക്ഷോഭയാത്ര കണ്ണൂർ ജില്ലയിൽ പ്രവേശിച്ചു. ജില്ലാ അതിർത്തിയായ ആണൂരിൽ ജാഥാ നായകരെ ഷാൾ അണിയിച്ച് നേതാക്കൾ സ്വീകരിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, KPCC ഭാരവാഹികളായ VN നാരായണൻ, അഡ്വക്കേറ്റ് റഷീദ് കവ്വായി, പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ്, നേതാക്കളായ MK രാജൻ, AP നാരായണൻ, MV ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ ഉള്ളവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂരിൽ ആദ്യ പൊതുസമ്മേളനം നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ചന്ദേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിന് 11 ഞായറാഴ്ച സമാപനമാകും. ഉച്ചയോടെ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരും. പെരുങ്കളിയാട്ടത്തിന്റെ 3-ാം നാൾ 100-ലധികം മംഗല കുഞ്ഞുങ്ങൾ ക്ഷേത്ര പ്രദക്ഷിണം നടത്തിയത് കാഴ്ചക്കാരിൽ ഭക്തിയും കൗതുകവും നിറക്കാൻ പോന്നതായി. 22 സംവത്സരങ്ങൾക്ക് ശേഷം ചന്ദേര ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടം നടക്കുകയാണ്. 3-ാം ദിനമായ ഇന്ന് ഉച്ചത്തോറ്റത്തിനൊപ്പം മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റത്തിനൊപ്പം മംഗല കുഞ്ഞുങ്ങൾ ക്ഷേത്രത്തിന് വലം വെക്കുന്ന ഏറ്റവും ഭക്തി നിർഭരവും സൗന്ദര്യവുമുള്ള ഒരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാനാണ് ഇവിടെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ തടിച്ചു കൂടിയിരിക്കുന്നത്. 160ഓളം മംഗല കുഞ്ഞുങ്ങൾ ഇവിടെ ഇന്ന് മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റത്തിനൊപ്പം ക്ഷേത്രത്തിന് വലം വെക്കുന്നുണ്ട് എന്നത് ഏറ്റവും ഒരു ഇത്രയും ആൾക്കാർ, അതായത് ഇത്രയും കുഞ്ഞുങ്ങളുടെ ഒരു പങ്കാളിത്തം മറ്റെവിടെയും നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. 160ഓളം മംഗല കുഞ്ഞുങ്ങളാണ് ഇന്ന് ഉച്ചത്തോറ്റത്തിനൊപ്പം ക്ഷേത്രത്തിന് വലം വയ്ക്കുന്നത്.
മംഗലക്കുഞ്ഞുങ്ങളുടെ ഒരു ഐതിഹ്യ കഥ നമുക്കറിയാം. എല്ലാ മുച്ചിലോട്ട് കാവുകളിലും നമ്മൾ കാണുന്നതാണ്. മുച്ചിലോട്ട് അമ്മയുടെ പന്തൽ മാംഗല്യം മുടങ്ങുന്നത് തന്നെയാണ് ഓരോ പെരുങ്കളിയാട്ടത്തിൻ്റെയും ഇതിവൃത്തം. അച്ഛന് വാലായ്മയാണ് എന്നറിഞ്ഞ് മംഗലത്തിനായി ഒരുങ്ങി നിൽക്കുന്ന മുച്ചിലോട്ട് അമ്മയുടെ മംഗലം മാറിപ്പോവുകയാണ്. പക്ഷേ എങ്കിൽ പോലും ഈ മംഗലക്കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റത്തിനൊപ്പം വലം വയ്ക്കുന്നതോടുകൂടി ജീവിതത്തിൽ എല്ലാ തരത്തിലുമുള്ള ഐശ്വര്യം കൈവരുന്നു എന്നാണ് പറയുന്നത്. സർവാഭരണ വിഭൂഷിതരായി മുല്ലമാലയും അണിഞ്ഞ് ആഭരണങ്ങളും വസ്ത്രങ്ങളും പുതുവസ്ത്രങ്ങളും ഒക്കെ ധരിച്ച് ഏറ്റവും സുന്ദരികളായി മംഗലക്കുഞ്ഞുങ്ങൾ മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റത്തിനൊപ്പം ക്ഷേത്രത്തിന് വലം വെക്കുകയാണ്. മുൻപ് കവുങ്ങൻ പൂവും വാഴക്കറയും ഒക്കെ സൗന്ദര്യവർദ്ധനത്തിന് ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇന്ന് മുല്ലമാലയും അതുപോലെ ചായങ്ങളൊക്കെയാണ്, ചുണ്ടിന് ചുവന്ന ചായങ്ങളൊക്കെയാണ് തേച്ച് ഏറ്റവും സുന്ദരികളായി കുഞ്ഞുങ്ങൾ മുച്ചിലോട്ട് അമ്മയ്ക്കൊപ്പം ഈ ക്ഷേത്രത്തിന് വലം വയ്ക്കുന്നത്. അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മാവൻ്റെയോ ചുമലിൽ ഇരുന്നു കൊണ്ട് വെറ്റില പിറകുവശത്തോട്ട് നുള്ളിയിട്ടുകൊണ്ടായിരിക്കും ക്ഷേത്രത്തിന് വലം വയ്ക്കുന്നത്. ഇത്തരത്തിൽ 160ഓളം കുഞ്ഞുങ്ങൾ ഈ ക്ഷേത്രത്തിന് വലം വയ്ക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ അർജുനൊപ്പം KN വർഷ. 5 മുതൽ 90 വയസ്സുവരെയുള്ള 500 കലാകാരന്മാർ ഒരേ മനസ്സോടെ ചുവടുവെച്ചപ്പോൾ പിറന്നത് റെക്കോർഡുകൾ. തായ്നേരി കുറിഞ്ഞി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന മെഗാ പൂരക്കളി പയ്യന്നൂരിന് നവ്യാനുഭവമായി മാറി. തായ്നേരി കുറിഞ്ഞി ക്ഷേത്ര പരിസരത്ത് കൂടി നിന്ന പുരുഷാരത്തിന് നടുവിലായിരുന്നു പ്രായഭേദമന്യേ 500 കലാകാരന്മാർ ഒരേ മനസ്സും വേഗവും കൈമുതലാക്കി ചടുലതയോടെ ചുവടുകൾ വച്ചത്. അന്നൂർ തലയന്നേരി പൂമാല ഭഗവതി കാവിലെയും തായ്നേരി കുറിഞ്ഞി ക്ഷേത്രത്തിലെയും പൂരക്കളി കലാകാരന്മാരാണ് മെഗാ പൂരക്കളിയിൽ ചുവടുവച്ചത്. CK സജീഷ് ഗുരുക്കളുടെ ശിക്ഷണത്തിൽ മെയ്വഴക്കവും ഏറെ ശ്രദ്ധയും അത്യാവശ്യമായ പൂരക്കളി അനായാസം 500ഓളം കലാകാരന്മാരും സ്വായത്തമാക്കുകയായിരുന്നു. കുറിഞ്ഞി ക്ഷേത്രം കളിയാട്ടം 10 മുതൽ 13 വരെയാണ്. ഇതിന്റെ ഭാഗമായാണ് പൂരക്കളി അരങ്ങേറ്റവും മെഗാ പൂരക്കളിയും നടന്നത്. ദീർഘനാളത്തെ കൃത്യമായ പരിശീലനത്തിലൂടെ മെഗാ പൂരക്കളി എന്ന സ്വപ്നം ഈ കലാകാരന്മാർ സാക്ഷാത്കരിച്ചപ്പോൾ റെക്കോർഡുകൾ കൂടിയാണ് ഒപ്പം പിറന്നത്. ഇത് മറ്റാരും തിരുത്താൻ പോകുന്നില്ല എന്ന ആത്മവിശ്വാസവും ഈ കലാകാരന്മാർക്കുണ്ട്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനും സിനിമാ താരവുമായ പ്രേംകുമാറാണ് മെഗാ പൂരക്കളിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഞാൻ നിൽക്കുന്നത് കണ്ണൂരിൻ്റെ മണ്ണിലാണ്. എന്നെപ്പോലൊരു തിരുവനന്തപുരത്തുകാരനെയൊക്കെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരെന്ന് പറയുന്നത് ഒരു വലിയ ആവേശമാണ്. ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് കണ്ണൂരത്തെ ജനങ്ങൾ ഏറ്റവും നന്നായി സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ജനതയാണ്. ഞാൻ നിങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളൊരു കൈയടി തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ നിങ്ങളുടെ കൈയടിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. കണ്ണൂരിലെ ജനങ്ങൾ ഞങ്ങൾക്കൊക്കെ ഒരു ആവേശമാണെന്ന് പറഞ്ഞത്. കണ്ണൂരെന്ന് പറയുന്നത് ഒരുപാട് അനീതികൾക്കെതിരെയും അസമത്വങ്ങൾക്കെതിരെയും എല്ലാം പോരാടിയ പോരാട്ടത്തിന്റെ ചരിത്രമുള്ള ഒരു മണ്ണാണ്. നഗരസഭാധ്യക്ഷ KV ലളിത മുഖ്യാതിഥിയായി. ചടങ്ങിൽ മുതിർന്ന പൂരക്കളി കലാകാരന്മാരായ തായമ്പത്ത് കുഞ്ഞിക്കണ്ണൻ, പാണ്ഡികശാലയിൽ നാരായണൻ, പരിശീലകൻ CK സജീഷ് എന്നിവരെ ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ അണിനിരക്കണമെന്ന് NGO യൂണിയൻ പയ്യന്നൂർ ഏരിയ സമ്മേളനം ആഹ്വാനം ചെയ്തു. ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CV സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു.
കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ എല്ലാ വിഭാഗം ജനങ്ങളും അണിനിരക്കണമെന്ന് കേരള NGO യൂണിയൻ പയ്യന്നൂർ ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CV സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഒരുപറ്റം സമ്പന്നന്മാരുടെ അതിസമ്പന്നന്മാരുടെ സമ്പത്ത് വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും വേതന വർധനവിനു വേണ്ടിയും വേതനം വെട്ടിക്കുറച്ചതിനെതിരെയും എല്ലാം വലിയ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും നാം കാണേണ്ടതുണ്ട്. ഈ അതിസമ്പന്നന്മാരുടെ സ്വത്ത് മണിക്കൂറിൽ $1.4 കോടി എന്നുള്ള നിരക്കിലാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള ഒരു വർധനവാണ്. സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വാർഷിക ഇൻക്രിമെന്റ് അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഉണ്ടാകുന്ന DA വർധനവ്, ഇതാണ് ശമ്പളം വർദ്ധിക്കുന്നതിനുള്ള ഒരു രീതി. കെ ഷീബ, ടി ഷറഫുദ്ദീൻ, ഏരിയ സെക്രട്ടറി M രേഖ, CP മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയ പ്രസിഡന്റ് PV മനോജ് അധ്യക്ഷനായി. പുതിയ ഭാരവാഹികളിൽ പ്രസിഡന്റായി PV മനോജിനെയും സെക്രട്ടറിയായി M രേഖയെയും ട്രഷററായി CP മുരളീധരനെയും സമ്മേളനം തിരഞ്ഞെടുത്തു. ഏരിയ പരിധിയിലെ 150ഓളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണൂർ ജില്ലാ ഖാദി തൊഴിലാളി യൂണിയൻ പയ്യന്നൂർ മുനിസിപ്പൽ തല കൺവെൻഷനും ഖാദി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട C കൃഷ്ണന് സ്വീകരണവും സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ ഖാദി തൊഴിലാളി യൂണിയൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പയ്യന്നൂർ മുനിസിപ്പൽ തല കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ഖാദി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഖാദി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായ C കൃഷ്ണന് കൺവെൻഷന്റെ ഭാഗമായി സ്വീകരണവും ഒരുക്കി. സ്വീകരണ യോഗവും കൺവെൻഷനും പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർമാനും CITU ജില്ലാ സെക്രട്ടറിയുമായ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. അതിശക്തമായി തന്നെ അന്ന് ആ നിയമം പിൻവലിക്കണം, ഇത് തൊഴിലാളി വിരുദ്ധമാണ് എന്ന് ശക്തമായ നിലയിൽ പാർലമെന്റിനകത്തും രാജ്യസഭയിലും ഉന്നയിക്കുന്നതിന് വഴി അവർ തയ്യാറായി എന്ന് നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. പക്ഷെ നിയമം പാസ്സാക്കിയെടുത്തു. കാരണം പാർലമെന്റിനകത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ടാണ് ആ നിയമം അവർ പാസ്സാക്കിയെടുക്കുന്നതിന് വേണ്ടി തയ്യാറായത് എന്നതാണ്. അധികാരത്തിൽ വരുന്നതിന് മുമ്പേ ജനങ്ങളുടെ മുമ്പാകെ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് BJPയുടെ നേതൃത്വത്തിലെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്നതാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ രാജ്യത്തിനകത്തുള്ള തൊഴിലില്ലായ്മ പരിഹരിക്കും. യൂണിയൻ ഏരിയ പ്രസിഡന്റ് KV ശാന്ത അധ്യക്ഷയായി. ഖാദി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ C കൃഷ്ണൻ, CITU ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ, ഏരിയ പ്രസിഡന്റ് KK ഗംഗാധരൻ, KU രാധാകൃഷ്ണൻ, ഖാദി വർക്കേഴ്സ് യൂണിയൻ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി CV ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു. വരാനിരിക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് എല്ലാ തൊഴിലാളികളും രംഗത്തിറങ്ങാൻ കൺവെൻഷൻ തീരുമാനിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എല്ലാവർക്കും വീടൊരുക്കാൻ കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തെ ബജറ്റിലാണ് ഭവനരഹിതരായ മുഴുവൻ ഗുണഭോക്താക്കൾക്കും വീട് വെച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചത്. പഞ്ചായത്ത് ബജറ്റിൽ ഭവനരഹിതരായ മുഴുവൻ ഗുണഭോക്താക്കൾക്കും വീട് വെച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ച് കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. സാമ്പത്തിക ഭാരം അനുഭവപ്പെടാതെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വികസന പദ്ധതികളുടെ ഗുണഭോക്താക്കളിൽ നിന്നും ഗുണഭോക്തൃ വിഹിതവും പഞ്ചായത്തിന്റെ വികസനത്തിൽ തൽപരരായവരിൽ നിന്നും സംഭാവന സ്വീകരിക്കുന്നത് വഴി തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള സൂചകങ്ങൾ. അതിദരിദ്രമുക്ത പഞ്ചായത്തായി ഈ സാമ്പത്തിക വർഷം തന്നെ പ്രഖ്യാപിക്കും. മാത്തിൽ കുടുംബാരോഗ്യ കേന്ദ്ര പരിസരത്ത് ഹാപ്പിനെസ് പാർക്കിനായി 7 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K പത്മിനി ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ അധ്യക്ഷനായി. സ്ഥിരം സമിതി അംഗങ്ങളായ KV സുരേഷ് ബാബു, TM സതീശൻ, KG ബിന്ദുമോൾ, പഞ്ചായത്ത് സെക്രട്ടറി K മോഹനൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ M രാഘവൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് P ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഭക്തരുടെ മനം കവർന്ന് ചന്ദേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ കവാടം. മുച്ചിലോട്ടമ്മയുടെ ഉൽപ്പത്തി കഥയ്ക്ക് ദൃശ്യഭാഷ്യം നൽകിയിരിക്കുകയാണ് ഇവിടെ.
ചന്ദേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഈ പെരുങ്കളിയാട്ട കവാടം ഏവരുടെയും മനസ്സ് കവർന്നത് തന്നെയാണ്. ഐതിഹ്യ കഥയ്ക്ക്, മുച്ചിലോട്ട് ഭഗവതിയുടെ ഐതിഹ്യ കഥയ്ക്ക് ഒരു ദൃശ്യഭാഷ്യം നൽകിയിരിക്കുകയാണ് ഇവിടെ. ബ്രാഹ്മണ കന്യകയായ മുച്ചിലോട്ട് ഭഗവതിയെ കാണിക്കുന്നു. പിന്നീട് അഗ്നിയിൽ നിന്ന് ദൈവക്കോലമായി പൊയ്ക്കണ്ണണിഞ്ഞും ചെക്കിപ്പൂ മലയണിഞ്ഞും സർവാഭരണ വിഭൂഷിതയുമായി ദൈവക്കോലമായി അമ്മ ഉയർത്ത് വരുന്നതിൻ്റെ ഒരു ദൃശ്യവും അങ്ങനെയാണ് ഈ കവാടത്തിൽ ഒരു ശില്പഭാഷ്യം നൽകിയിരിക്കുന്നത്. അപവാദ പ്രചരണങ്ങളിൽ മനം നൊന്ത് ആ ബ്രാഹ്മണ കന്യക ആത്മാഹുതി ചെയ്യുകയും തീയിൽ നിന്നാണ് പിന്നീട് ദൈവക്കോലമായി ഉയർന്നു വരികയും ചെയ്യുന്നത്. അങ്ങനെ ആത്മാഹുതി ചെയ്യുമ്പോൾ ആ തീയിലേക്കാണ് മുച്ചിലോടൻ പടനായകർ എണ്ണ പകരുന്നത്. അങ്ങനെ മുച്ചിലോടൻ പടനായകരുടെയൊക്കെയും തായ് പരദേവതയായി മാറിയ ആ ദേവിക്ക് ഉള്ളിൽ ആഗ്രഹം തോന്നുകയാണ്. മറ്റ് തായ് പരദേവതകന്മാരെ പോലെ തന്നെ ഒരു കോലം വേണമെന്നും പെരുങ്കളിയാട്ടം വേണമെന്നും. കോലത്തിരി രാജാവിനും മുച്ചിലോടൻ പടനായകർക്കും സ്വപ്നത്തിൽ വന്ന അത് ആ ഒരു ആഗ്രഹം പറയുകയും ചെയ്യുന്നു. അങ്ങനെയാണ് മുച്ചിലോട്ടിൽ പെരുങ്കളിയാട്ടങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ രാജാവിന്റെ നിർദ്ദേശപ്രകാരം കരുവള്ളൂരിലെ മഹാമാന്ത്രികനായ മണക്കാടൻ ഗുരുക്കൾ മുച്ചിലോട്ട് അമ്മയുടെ തെയ്യവും കെട്ടിച്ചമച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിൽ ആ ഒരു ഐതിഹ്യ കഥയ്ക്ക് ഒരു ദൃശ്യഭാഷ്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ അർജുനൊപ്പം KN വർഷ. ആദർശം, അസ്തിത്വം, ആർജവം എന്ന മുദ്രാവാക്യമുയർത്തി MSF പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൻതല വിദ്യാർത്ഥി റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു. റാലിയിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ആദർശം, അസ്തിത്വം, ആർജവം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് MSF പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൻതല വിദ്യാർത്ഥി റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചത്. പെരുമ്പയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി വിദ്യാർത്ഥികളാണ് പങ്കാളികളായത്. വിവിധ യൂണിറ്റുകളിൽ നിന്നായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പ്രകടനത്തിൽ പങ്കെടുത്തു. തുടർന്ന് ടൗൺ സ്ക്വയറിൽ നടന്ന സമാപന സമ്മേളനം മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി KT സഹദുള്ള ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി CK മുഹമ്മദ് അലി, MSF മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷജീർ ഇക്ബാൽ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് SK നൌഷാദ്, MSF ജില്ലാ പ്രസിഡന്റ് നസീർ പുറത്തിൽ, ജനറൽ സെക്രട്ടറി OK ജാസിർ, വനിതാ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീമ ജമാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അടയ്ക്ക വില താഴേക്ക്. സീസൺ തുടങ്ങിയതോടെ അടയ്ക്ക വില കിലോയ്ക്ക് 325 രൂപയായി ചുരുങ്ങി. രോഗാവസ്ഥയും കാലാവസ്ഥാ വ്യതിയാനവും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നതിനിടെയുള്ള ഈ വിലയിടിവ് കർഷകർക്കുമേൽ വലിയ പ്രഹരമേൽപ്പിച്ചിട്ടുണ്ട്. അടയ്ക്കവില കുത്തനെ ഇടിയുന്നു. ഈ സീസണിന്റെ തുടക്കത്തിൽ കിലോയ്ക്ക് 380 രൂപ വിലയുണ്ടായിരുന്ന അടയ്ക്കയ്ക്ക് ഇപ്പോൾ 325 രൂപയായി താഴ്ന്നിട്ടുണ്ട്. പഴയ അടയ്ക്കയുടെ വില 450 രൂപയിൽ നിന്നും 390 താഴ്ന്നു. ഇലപ്പുള്ളി, മഞ്ഞളിപ്പ്, മഹാളി, കുലകരിച്ചിൽ തുടങ്ങിയ രോഗങ്ങൾക്കൊപ്പം കാലാവസ്ഥാ മാറ്റവും ഉൽപാദനത്തിന്റെ അളവ് ഗണ്യമായി കുറച്ചതു തന്നെ കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഇപ്പോഴിതാ ഈ വിലയിടിവ് കർഷകരുടെ നടുവൊടിച്ചിരിക്കുകയാണ്. തൊഴിലാളി ക്ഷാമവും വർദ്ധിച്ച കൂലിയും കൂടിയാകുമ്പോൾ ഈ മേഖല പൂർണ്ണമായും തകർച്ചയുടെ വക്കിലാണെന്ന് പുത്തൂരിലെ പരമ്പരാഗത കമുകു കർഷകനായ രവി പറയുന്നു. അടക്കപ്പം വില കുറവ് തന്നെ, പക്ഷേ ഇതിന് പണിയെടുക്കാനും പിന്നെ പറിപ്പിക്കാനൊന്നും ആളെയും കിട്ടുന്നില്ല. അവിടെ പോയി ഓടി ആടി പോയി അപ്പോൾ വലിയ കൂലി ശമ്പളമെല്ലാം വളരെ ഞെരുക്കത്തിലാണ്. കർഷകൻ്റെ കാര്യം വളരെ അബദ്ധത്തിലാണ്. അധികാലം മുമ്പോട്ട് പോലും ഇതിന് വിലയുടെ വില ഉണ്ട്, വളരെ കുറഞ്ഞില്ല. അതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. മ്യാൻമറിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിച്ചതും വിലയിടിവിന് കാരണമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഗുണനിലവാരം കുറവാണെങ്കിലും വില കുറവായതിനാൽ മ്യാൻമറിൽ നിന്ന് വരുന്ന അടയ്ക്കയ്ക്ക് ആവശ്യക്കാരേറെയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള വനിതാ കമ്മീഷൻ എരമംകുറ്റൂർ പഞ്ചായത്ത് ജാഗ്രതാ സമിതി പരിശീലനം സംഘടിപ്പിച്ചു. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P. കുഞ്ഞായിഷ ഉദ്ഘാടനം ചെയ്തു. കേരള വനിതാ കമ്മീഷൻ എരമംകുറ്റൂർ പഞ്ചായത്ത് ജാഗ്രതാ സമിതി പരിശീലനം മാതമംഗലത്ത് നടന്നു. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P. കുഞ്ഞായിഷ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ്, TK രാജൻ, K. സരിത, MK കരുണാകരൻ മാസ്റ്റർ, NV മായ ജ്യോതി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും ജാഗ്രതാ സമിതി അംഗങ്ങൾക്കാണ് പരിശീലനം നൽകിയത്.
നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക നേതാവും സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന ടി നസറുദ്ദീൻ ചരമവാർഷിക ദിനം പയ്യന്നൂർ മർച്ചന്റ്സ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക നേതാവും സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന ടി നസറുദ്ദീന്റെ ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായാണ് പയ്യന്നൂർ മർച്ചന്റ്സ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചത്. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ടി നസറുദ്ദീൻ കഴിഞ്ഞ 32 വർഷക്കാലം സംഘടനയെ ശക്തമായ ദിനം സമുചിതമായി ആചരിക്കുകയാണ്. യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷാജി ഫോക്കസ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി വി നന്ദകുമാർ, യൂത്ത് വിംഗ് ജില്ലാ കോർഡിനേറ്റർ VP സുമിത്രൻ, സെക്രട്ടറി സുജിത് കുമാർ, യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി T ബിജു, ജില്ലാ വൈസ് പ്രസിഡന്റ് R രാജേഷ്, AKP ജില്ലാ കമ്മിറ്റി അംഗം ജയറാം, MK അനൂപ്, അമർനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലോറി മറിഞ്ഞ് റോഡരികെ ഇടിഞ്ഞത് ഇതുവരെ നന്നാക്കാത്തത് അപകട സാധ്യതാ മേഖലയാകുന്നു. കോയിപ്ര കുളം സ്റ്റോപ്പിന് സമീപത്തെ ട്രാൻസ്ഫോമറിന്റെ സമീപത്തെ റോഡരികാണ് വാഹനയാത്രക്കാർക്ക് ഭീതിയായി മാറുന്നത്. കുറ്റൂർ വെള്ളോറ റോഡിൽ കോയിപ്ര കുളം സ്റ്റോപ്പിന് സമീപം ട്രാൻസ്ഫോമറിന്റെ സമീപത്തായാണ് മാസങ്ങൾക്ക് മുമ്പ് ലോറി മറിഞ്ഞത്. മറ്റൊരു വാഹനത്തിന് അരികു കൊടുക്കുമ്പോൾ റോഡരിക് ഇടിഞ്ഞ് ലോറി മറിയുകയായിരുന്നു. എന്നാൽ അപകടം കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞിട്ടും അപകടമുണ്ടായ റോഡരിക് പുനഃസ്ഥാപിക്കാൻ ഇതുവരെ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. റോഡിൻ്റെ പല ഭാഗത്തും വിണ്ട് കീറിയിട്ടുമുണ്ട്. അപകടശേഷം വലിയ കുഴിയായ റോഡരികിൽ അപകട സൂചന നൽകി താൽക്കാലികമായി ബോർഡ് മാത്രമാണ് വച്ചിട്ടുള്ളത്. റോഡരിക് പൂർവ്വസ്ഥിതിയിലാക്കാൻ സാധനങ്ങൾ ഇറക്കിയിരുന്നുവെങ്കിലും ഇതുവരെ പ്രവർത്തികളൊന്നും തുടങ്ങിയില്ല. എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണം എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കാപ്പാട്ട് കഴുകം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിക്കുന്ന കാപ്പാട്ട് എന്ന പേരിലുള്ള സോവനീർ ഫെബ്രുവരി 14 ഉച്ചയ്ക്ക് ശേഷം 2:30 കഴക സന്നിധിയിൽ 3 പത്മശ്രീ പുരസ്കാര ജേതാക്കൾ ചേർന്ന് പ്രകാശനം ചെയ്യും. 119 പേരുടെ മൊഴിത്തുടിപ്പുകളുമായി പുറത്തിറങ്ങുന്ന സോവനീർ മറ്റ് സോവനീറുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒട്ടനവധി പുതുമകളുമായാണ് സുവനീർ പുറത്തിറങ്ങുന്നത്. കഴകം തൊട്ട് വളരുകയും വികസിക്കുകയും ചെയ്ത ആശയങ്ങളും വ്യക്തികളും മറ്റ് സംരംഭങ്ങളും ഈ സ്മരണികയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ജീവിതം പൂർണ്ണമായും കഴകത്തിനും ആചാര അനുഷ്ഠാനങ്ങൾക്കുമായി ഒഴിഞ്ഞുവെച്ച സ്ഥാനികർ തെയ്യത്തെ അരങ്ങിലെത്തിച്ച് ജീവിതം മുഴുവൻ അരങ്ങ് നിറഞ്ഞാടി നാടിനും നാട്ടുകാർക്കും അനുഗ്രഹം ചൊരിഞ്ഞ കനലാടിമാരുടെ ജീവിതാനുഭവങ്ങൾ കഴകമുറ്റത്ത് കളിച്ചു വളർന്ന മുത്തശ്ശിമാർ, കഴകം കോയ്മമാർ, കഴിഞ്ഞ പെരുങ്കളിയാട്ടത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചവരൊക്കെ സുവനീറിലെ എഴുത്തുകാരാണ്. ഇവർക്കൊപ്പം മന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കൾ, സാഹിത്യകാരന്മാർ, സിനിമാ താരങ്ങൾ, സംവിധായകർ തുടങ്ങിയവരെല്ലാം തെയ്യം കണ്ട അനുഭവങ്ങൾ ഈ സുവനീറിൽ എഴുതിയിട്ടുണ്ട്. കഴകത്തിന് ചുറ്റുമുള്ള ക്ഷേത്രങ്ങൾ, കഴകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തറവാടുകൾ, മറ്റു തറവാടുകൾ, പെരുങ്കളിയാട്ടത്തിന് പഞ്ചസാര കലം സമർപ്പിക്കുന്ന കേളോത്ത് മുസ്ലിം തറവാട്, കഴകമുറ്റത്തെ ക്രൈസ്തവ മുസ്ലിം ദേവാലയങ്ങൾ ഇവയുടെയൊക്കെ ചരിത്രവും ഐതിഹ്യ പെരുമകളും സുവനീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം എഴുതി തുടങ്ങിയവരുടെ കുറിപ്പുകൾ ചേർത്ത് ആലില കാപ്പാട്ട് എന്ന പേരിൽ മറ്റൊരു സുവനീർ കൂടി ഒപ്പമുണ്ട്. ഈ മാസം 14 ഉച്ചതിരിഞ്ഞ് 2:30 കഴക സന്നിധിയിൽ പത്മശ്രീ അവാർഡ് ജേതാക്കളായ VP അപ്പക്കുട്ടപ്പൊതുവാൾ, EP നാരായണൻ പെരുവണ്ണാൻ, സത്യനാരായണ മണിയാണി എന്നിവർ, കണ്ണമംഗലം കഴകം പ്രസിഡന്റ് ഗോപാലൻ പുതിയടത്ത്, കല്യോട്ട് കഴകം പ്രസിഡന്റ് കല്യോടൻ ദാമോദരൻ, മുളവന്നൂർ കഴകം പ്രസിഡന്റ് മലയാക്കോട്ട് വിശ്വനാഥൻ എന്നിവർക്ക് നൽകി സുവനീർ പ്രകാശനം ചെയ്യും. PU രാജൻ ചടങ്ങിൽ അധ്യക്ഷനാകും. തൃക്കരിപ്പൂർ സൂര്യജിത്ത് പ്രകാശനം സംഘവും അവതരിപ്പിക്കുന്ന സോപാന സംഗീതത്തോടെയാണ് പരിപാടിക്ക് തുടക്കമാവുക. പെരുങ്കളിയാട്ടം ആഘോഷ കമ്മിറ്റി കോർഡിനേറ്റർ അഡ്വക്കേറ്റ് MV അമരേശൻ, സുവനീർ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ കാനക്കിൽ കമലാക്ഷൻ പണിക്കർ, പത്രാധിപർ പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ, കൺവീനർ T ഭരതൻ, VV രമേശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏഴോം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS കളിയൂഞ്ഞാൽ ബാലസഭാ ക്യാമ്പിന് തുടക്കമായി. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഏഴോം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ബാലസഭ കുട്ടികൾക്കായി ക്യാമ്പ് സംഘടിപ്പിച്ചത്. KP അനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KN ഗീത, M ചന്ദ്രശേഖരൻ, ഗോവിന്ദൻ, P സജിത, അനിൽ നരിക്കോട്, MK ലത, M ഷൈമ, TV യശോദ, B ലിജ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
ചെറുപുഴയിൽ ഭിന്നശേഷി കുട്ടികൾക്കായി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കലാമേള സംഘടിപ്പിച്ചു. കലാമേള പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭിന്നശേഷി കുട്ടികളുടെ കലാമേള ശലഭോത്സവം സംഘടിപ്പിച്ചത്. ചെറുപുഴ JMVP സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ കലാമേള ഉദ്ഘാടനം ചെയ്തു. ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികളെ ഒരു വേദിയിൽ അവരുടെ കുട്ടികളുടെ കലാപരിപാടികൾ ആസ്വദിക്കുന്നതിന് അവസരമുണ്ടാക്കുക, കുറച്ച് സമയം എല്ലാം മറന്ന് മുഴുവൻ കുട്ടികളോടും ഒപ്പമായിരിക്കുക എന്ന ആഗ്രഹത്തോടെയാണ് ശലഭോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷ ഷാൻഡി കലാധരൻ, പഞ്ചായത്ത് അംഗങ്ങളായ KM ഷാജി, V ഭാർഗവി, സ്കൂൾ മാനേജർ KK വേണുഗോപാൽ, സിസ്റ്റർ ആൻസി, NV മായാജ്യോതി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഭിന്നശേഷി കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. രാഷ്ട്രീയ ജനതാദൾ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം പ്രവർത്തക സമ്മേളനം 12-ന് തൃക്കരിപ്പൂർ KMK സ്മാരക കലാസമിതിയിൽ P. കോരൻ മാസ്റ്റർ സ്മാരക ഹാളിൽ നടക്കും. HMS ദേശീയ സമിതി അംഗവും RJD സംസ്ഥാന സെക്രട്ടറിയുമായ മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാഷ്ട്രീയ ജനതാദൾ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം പ്രവർത്തക സമ്മേളനം ഈ മാസം 12-ന് തൃക്കരിപ്പൂർ KMK സ്മാരക കലാസമിതിയിലെ P. കോരൻ മാസ്റ്റർ സ്മാരക ഹാളിൽ നടക്കും. HMS ദേശീയ സമിതി അംഗവും RJD സംസ്ഥാന സെക്രട്ടറിയുമായ മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. RJD സംസ്ഥാന സെക്രട്ടറി TV ബാലകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ, മഹിളാ ജനതാ സംസ്ഥാന പ്രസിഡന്റ് OP ഷീജ, RJD ജില്ലാ സെക്രട്ടറിമാരായ EV ഗണേശൻ, അലി കുമ്പള, മഹിളാ ജനതാ ജില്ലാ പ്രസിഡന്റ് T. അജിത തുടങ്ങിയവർ സംബന്ധിക്കും. വൈകുന്നേരം 5 മണിക്ക് ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രകടനവും പൊതുസമ്മേളനവും നടക്കും. RJD സംസ്ഥാന സെക്രട്ടറി മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. RJD രൂപീകരിച്ചതിന് ശേഷം സംഘടനാ പ്രവർത്തനം സജീവമാക്കുന്നതിൻ്റെ ഭാഗമായാണ് സമ്മേളനം സംഘടിപ്പിച്ചതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. RJD നിയോജക മണ്ഡലം പ്രസിഡന്റ് PV തമ്പാൻ, സെക്രട്ടറിമാരായ VV വിജയൻ, C. ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റുമാരായ N. പത്മനാഭൻ, ട്രഷറർ KV രഘുത്തമൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വെള്ളോറ ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ 100 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന അഷ്ടബന്ധ നവീകരണ ബ്രഹ്മ കലശോത്സവം ഫെബ്രുവരി 11 മുതൽ 21 വരെ നടക്കും. മുന്നോടിയായി കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. വെള്ളോറ ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ 100 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന അഷ്ടബന്ധ നവീകരണ ബ്രഹ്മ കലശോത്സവം ഫെബ്രുവരി 11 മുതൽ 21 വരെ വിവിധ പരിപാടികളോടെ നടക്കും. ബ്രഹ്മശ്രീ പുതുശ്ശേരിയിലെത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. മുന്നോടിയായി കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. അറക്കാൽപ്പാറ നീലിയാർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച കലവറ ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. 11-ന് വൈകുന്നേരം 6 മണിക്ക് പുതുതായി നിർമ്മിച്ച ഉപദേവാലയങ്ങളുടെ സമർപ്പണം നടക്കും. വൈകുന്നേരം 7 മണിക്ക് കലശോത്സവ സ്മരണിക നടയേരി പ്രശസ്ത സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ, മലയാള ഭാഷാ പാഠശാല ഡയറക്ടർ TP ഭാസ്കർ പൊതുവാൾക്ക് നൽകി പ്രകാശനം ചെയ്യും. കലശോത്സവത്തിന്റെ ഭാഗമായി വിവിധ ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുഞ്ഞിമംഗലം കുതിരുമ്മൽ കലശക്കാരൻ തറവാടിന്റെ പുതുതായി നിർമ്മിക്കുന്ന ക്ഷേത്രത്തിന്റെ കട്ടിലവെപ്പ് കർമ്മം ഫെബ്രുവരി 11 ഞായറാഴ്ച രാവിലെ 10:34-നും 11:28-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി ഈശ്വരവാദ്യൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ മണ്ടൂർ സന്തോഷ് ഉദയവർമ്മ നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമരാഗ്നി പ്രക്ഷോഭയാത്രയ്ക്ക് കണ്ണൂർ ജില്ലയിലേക്ക് ഉജ്ജ്വല സ്വീകരണം. ജാഥാ നായകരായ KPCC പ്രസിഡന്റ് K. സുധാകരനെയും പ്രതിപക്ഷ നേതാവ് VD സതീശനെയും ജില്ലാ അതിർത്തിയായ ആണൂരിൽ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു.
ചന്ദേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിന് 11 ഞായറാഴ്ച സമാപനമാകും. ഉച്ചയോടെ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരും. മൂന്നാം നാൾ 100-ലധികം മംഗല കുഞ്ഞുങ്ങൾ ക്ഷേത്ര പ്രദക്ഷിണം നടത്തിയത് ഭക്തിയും കൗതുകവും നിറച്ച കാഴ്ചയായി. 5 മുതൽ 90 വയസ്സുവരെയുള്ള 500 കലാകാരന്മാർ ഒരേ മനസ്സോടെ ചടുലതയോടെ ചുവടുവച്ചപ്പോൾ പിറന്നത് റെക്കോർഡുകൾ. തായ്നേരി കുറിഞ്ഞി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന മെഗാ പൂരക്കളി പയ്യന്നൂരിന് നവ്യാനുഭവമായി മാറി. കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ അണിനിരക്കണമെന്ന് NGO യൂണിയൻ പയ്യന്നൂർ ഏരിയ സമ്മേളനം. ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സെക്രട്ടേറിയറ്റ് അംഗം CV സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.